ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാൻ അവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഹസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഈ വക്കീൽ സാർ പറയുന്നുണ്ട് അമ്മയൊക്കെ കെട്ടി ഇറക്കിയതാണ്, അമ്മയുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട്. എവിടെ എവിടെ കണ്ടു? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ്. കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ്, പൈസ ഇല്ലാത്ത ആൾ എങ്ങനെ കോടതിയിൽ പോകും? ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മേ? എന്നാണോ പടി? സ്വപ്നാനെ പഠിപ്പിച്ചില്ല, ചരിതാനെയും പഠിപ്പിച്ച പിണറായി. ആ പിണറായി എന്നാ പഠിപ്പിച്ചത്, വേറെ ആരും അല്ല. ആ വണ്ടിപ്പെരിയാറിൽ കിടന്ന കൊച്ചിന്റെ ആ കൊന്നവൻ ആ SFIയുടെ ആ നേതാവും കൂടി എന്നെ പഠിപ്പിച്ചത്, അല്ല കോൺഗ്രസ്സുകാരല്ല. എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം, എനിക്ക് BJP പോകാം, RCC പോകാം. എനിക്ക് ഈ പിണറായിയുടെ കൊണ്ടകടെ അനുവാദമൊന്നും വേണ്ട, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ചത്. ആ കൊണ്ടോട് പറ, അവന്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലെ കടത്താരെയൊക്കെ എടുത്തോണ്ട് പോയി കട്ടിലെ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവന്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല, ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടി വോട്ട് കൊടുത്തത്. അയാളുടെ കുടുംബത്തിലെ ശ്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല. എനിക്ക് വിളമ്പി തരാൻ പറയൂ. അയാളെ പോലെ തുല്യ അവകാശമുള്ളവരാ ഈ അവകാശം ചോദിക്കണേ. അയാളോട് പോയി പണി നോക്കാൻ പറ. അയാൾ ആരാന്നാ? ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പാരട്ടെ, നിന്റെ ധാരാവി എനിക്ക് ഇതാടാ. ഇത് അയാൾക്കടെ തട്ടിയിട്ടൊന്നും വേണ്ട, ഏത് പാർട്ടി പോകണമെന്ന്. ഞാൻ നഴ്സറിയിട്ട് പോകും. ഇതെല്ലാം എൻ്റെ സൗകര്യത്തിൽപ്പെട്ട, അയാൾക്ക് ചോദിക്കാൻ അർഹതയില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇവര് പറയുന്നത് അമ്മ കോൺഗ്രസ്സുകാരിയാണ്, ഈ സർക്കാരിനെ കരിവാരിത്തേക്കാൻ പുറപ്പെട്ടു എന്നാണ്. അത് എന്റെ സൗകര്യത്തിൽപ്പെട്ടതാ. അതാ ഞാൻ പറഞ്ഞ, അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗമൊക്കെയല്ലേ അവര്. 6 വയസ്സായി 5 വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണറായിയുടെ ഗുണ്ടകളെ CPM-കാര്. നാണം കെട്ട വർത്താനം. അവർക്ക് എന്നാ പറയാൻ നാണം ഉണ്ടോ അവർക്ക്? ജനം കാണുന്നുണ്ട്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അതെ, ഈ വൃത്തികെട്ട ഭാഷയുടെ ഒന്ന് പറഞ്ഞോണ്ടല്ലോ നാണം. അത് സതീശനൊന്നും അല്ല, ഞങ്ങളുടെ വായിൽ നല്ലതുകൊണ്ട് പറയാൻ. രണ്ട് കെട്ടോനെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പോട്ടെ. എന്തായാലും നമുക്ക് വേറെ ഭാഷയൊന്നും അമ്മ ഉപയോഗിക്കേണ്ട. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടട്ടെ. ഇനി അവന്റെ ഇക്കിള് മാറണമെങ്കിൽ ഒരു കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിക്കണം. വേണമായിരുന്നു അമ്മച്ചി. വേണോ?